ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു വെഡ്ഡിങ് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ മോനും അതേപോലെ ചേട്ടൻ്റെ മോനും അവിടെ നിൽക്കുന്നുണ്ട്. പേരാമംഗലത്താണ് പെണ്ണിൻ്റെ വീട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോളാണ്, ശ്രീകുട്ടി എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും അവർ ഹൽദിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയി ഹാളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹാൾ അടുത്ത് തന്നെയാണ്, പേരാമംഗലത്ത് തന്നെയാണ് ഹാൾ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ തലേദിവസത്തെ ഹൽദിയും പിന്നെ പിറ്റേ ദിവസത്തെ കല്യാണമൊക്കെ കൂടിയിട്ടാണ് മിക്സാക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് ഹോൾ കേട്ടോ. അത് പോണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് സുരേഷന് വരാൻ പറ്റിയില്ല, ലീവ് കിട്ടില്ല. അങ്ങനെ അപ്പോൾ വലിയ ഹോളൊക്കെയാണ്. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണ ഒരു ഹോളാണ്. അപ്പോൾ അതിൻ്റെയാണ് സാധനങ്ങൾ അവിടെ ജിമ്മ് ചെയ്യണതിൻ്റെയും പിന്നെ ഷട്ടിൽ കോട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്ത് ഹൽദി ആഘോഷിക്കുകയാണ്. അപ്പോൾ കേക്കും സ്വീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഖത്ത് തേക്കരുതെന്നൊക്കെ പറഞ്ഞു. കേക്കൊന്നും ആരും മുഖത്ത് വെച്ചില്ല. പിന്നെ മെറ്റി ഇട്ടിട്ട് ഞാനൊരു താജ്മഹൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടിയുടെ മുഖത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ വെച്ച് പിന്നെ ഞാനും മോനും ലേറ്റായിട്ടാണ് എൻ്റെ വീട്ടിലെത്തിയത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം കല്യാണമൊക്കെ അവിടെ തുടങ്ങിയിരുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും. അങ്ങനെ മോൻ എൻ്റെ അടുത്ത് നിന്ന് പോകണ്ടായിരുന്നില്ല. എന്നാലും അവനൊക്കെ കൊണ്ട് ഒരുവിധം നടന്നു. പിന്നെ അച്ഛമ്മേനെ കണ്ടപ്പോൾ കുറച്ച് നേരമൊക്കെ അവരുടെ അടുത്ത് നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഓരോ വാശിയൊക്കെ തുടങ്ങി. ഉറക്കക്ഷീണം കൊണ്ട് നല്ല വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ട് നടന്നിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. ഇത് 2 ചേച്ചിമാരും പിന്നെ മാമയും ചേച്ചിയൊക്കെ ഉണ്ട് അവിടെ ശ്രീകുട്ടിയുടെ. പിന്നെ റിലേറ്റീവ്സും പിന്നെ അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ട് വർത്താനം പറഞ്ഞു. ഇത് ചെക്കൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടി ഫ്രണ്ട്സാണ്. എല്ലാവരും അറിയും തന്നെയാണ് ഞാൻ പിള്ളേരൊക്കെ. അപ്പോൾ പവർ പോരാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു യോഗ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നിന്ന് കളിയാക്കി അവർ ചിരിക്കണേ. എല്ലാവരും അറിയണ കാരണം പിന്നെ കുഴപ്പമില്ല. ഞാൻ ഭയങ്കരമായിട്ട് അവരെ കളിയാക്കി വരുന്നതാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവർ ഇറങ്ങാനായി. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് കയറാനുള്ള ഒരു ടൈമായി. അപ്പോൾ കാര്യം വീട് അടുത്ത് തന്നെയാണ്, സെയിം സ്റ്റോപ്പ് തന്നെയാണ്. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണ്ടോ ഉള്ളൂ പക്ഷേ അവർ ടൈം ആയില്ല. അപ്പോൾ ആ ടൈമിന് അവർ ഇറങ്ങുക. അപ്പോൾ അത്രയും നേരം ചിരിച്ചു നിന്ന് ശ്രീകുട്ടി പിന്നെ കരച്ചിലായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ നന്നായി നിന്ന് വാരുണ്ടായിരുന്നു അവളെ. കാരണം എനിക്ക് കിട്ടിയ അവസരം ഞാൻ കളിയാക്കുന്നതൊന്നും ഞാൻ കളയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല കളിയാക്കി അവളെ ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കരച്ചിലായി, ആകെ കരച്ചിലും വിഷമമൊക്കെ ആയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു, കാറിലൊക്കെ കയറ്റി യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അച്ചാച്ചനോടും പിന്നെ സെറ്റ് സാരി എടുത്ത് നിൽക്കുന്നതാണ് സിന്ധു ചേച്ചി, അമ്മയാണ് കേട്ടോ കുട്ടിയുടെ. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ മോൻ പിന്നെ ബാക്കിയുള്ള പിള്ളേരൊക്കെ അവിടെ ഷട്ടിൽ കോട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവിടെ ഉണ്ടെന്ന്. അവിടെ യോഗ മാറ്റും കുറേ ഷട്ടിൽ ബാറ്റും കോക്കും പിന്നെ സ്പോർട്സിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ നിന്ന് ഷട്ടിലൊക്കെ കളിച്ചു തുടങ്ങി. എനിക്കൊരു ബാറ്റ് പോലും തന്നില്ല പിള്ളേർ. കാരണം എനിക്കിതേപോലെ ആഗ്രഹിക്കും. ഞാൻ അവരായിട്ടും കുട്ടികളുള്ള ആളാണ്. പക്ഷെ അവരെനിക്ക് തന്നേ ഇല്ല. എൻ്റെ മോന് തീരും തരില്ല എനിക്ക്. അങ്ങനെ അവർ കളിക്കലും ബഹളമൊക്കെ ആയി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റിസപ്ഷന് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റിസപ്ഷൻ അവിടെ എത്തി. അത് മുതുവറയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറേ വെറൈറ്റീസ് ഓഫ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പൈനാപ്പിളാണ് ഇഷ്ടമായത്. അപ്പോൾ ഞാനത് കുടിച്ചു. പിന്നെ ഉണ്ണി മുന്തിരിയൊക്കെ എടുത്ത് കുടിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാളിലേക്ക് കയറി നേരെ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ്. കാരണം ഇനി കുറച്ച് കഴിഞ്ഞ് ഇവന് ഭയങ്കര ക്ഷീണവും ഉറക്കൊക്കെ ആവും. അപ്പോൾ നേരെ പോയി പ്ലേറ്റൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ചു. അപ്പോൾ എല്ലാവരും നിന്ന് കളിയാക്കായിരുന്നു, ആദ്യം തന്നെ കഴിക്കാനുള്ള കാര്യം നോക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഫുള്ളായിരുന്നു വയറ്. ഓൾറെഡി വെള്ളം കുടിച്ചിട്ടിട്ട് ആ ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഉണ്ണിയോളൊക്കെ കഴിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം അതേപോലെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ മോൻ കണ്ടില്ലേ 2 എണ്ണം ഒരേ സമയത്ത് ഇരുന്ന് കോരി കഴിക്കുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ, ചേച്ചി. പിന്നെ 2 ഉണ്ണിയോളും ഉണ്ട് അപ്പുറത്ത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഉപ്പിലിട്ടതും പാസ്ത പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും കഴിക്കാനുള്ള ഒരു എന്താ പറയുക, വയറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് പിന്നെ അതിങ്ങനെ ഇടയ്ക്ക് നോക്കിയിരുന്ന് തൃപ്തി അണയുമായിരുന്നു ഹോളിലിരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ റിസപ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് അടുത്ത് നിൽക്കുന്നത്, അമ്മയാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ കുറച്ച് നേരം എടുത്ത് പിന്നെ അപ്പോഴേക്കും ഉണ്ണി ഉറങ്ങി. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ ഉണ്ണീനെ കൊടുത്തിട്ട് ഞാൻ അവിടെ നടന്ന് എല്ലാവരുടെ അടുത്തും സംസാരിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ചെക്കൻ്റെ ഫ്രണ്ട്സും അനിയനൊക്കെ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് അവർ ഡാൻസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൂടിയും കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കൂടിയൊക്കെ നടന്നു. അപ്പോഴേക്ക് ഇരുട്ടായി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഡാൻസ് തുടങ്ങാനുള്ള സമയമായി. ഇനി അവർ ഡാൻസ്
ഇത്രയുള്ള വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.